PCOD ഉള്ള പെൺകുട്ടികൾക്ക് ജസ്റ്റേഷണൽ ഡയബറ്റിസ് വരാനുള്ള സാധ്യത വളരെ ഹൈ ആണ്. ബിക്കോസ് രണ്ടിൻ്റെയും ബേസിക് ഫാക്ടർ, ബേസിക് കോസ് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ PCODയിലും ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ട്. ആ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ള പെൺകുട്ടി പ്രഗ്നൻ്റ് ആകുമ്പോൾ ജസ്റ്റേഷണൽ ഡയബറ്റിസ് വരാനുള്ള പോസിബിലിറ്റി ഹൈ ആണ്. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് പ്രീ പ്രഗ്നൻസി ബോഡി വെയ്റ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് നമ്മളിപ്പോൾ നോർമൽ ബോഡി വെയ്റ്റിലാണ് കൺസീവ് ചെയ്യണമെന്ന് വെച്ചാൽ വലിയ ഇഷ്യൂസ് ഇല്ല. 20 കിലോസ് 10 കിലോസ് ഒക്കെ ഓവർ വെയ്റ്റ് ആയിട്ടാണ് പ്രഗ്നൻസി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ എക്സ്ട്രാ ബോഡി വെയ്റ്റ് അഗെയിൻ കോൺട്രിബ്യൂട്ട്സ് ടു അവർ ഇൻസുലിൻ റെസിസ്റ്റൻസ്. ഇത് എങ്ങനെയാണ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചാൽ ബെസ്റ്റ് മെത്തേഡ് എക്സസൈസ് ആണ്. അപ്പോൾ എക്സസൈസ് ചെയ്യുമ്പോൾ ബെറ്റർ യൂട്ടിലൈസേഷൻ ഓഫ് ഗ്ലൂക്കോസ് നടക്കുകയും അപ്പോൾ ബ്ലഡ് ഷുഗർ കൂടാതിരിക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ ജസ്റ്റേഷണൽ ഡയബറ്റീസിൽ ഫസ്റ്റ് നമ്മൾ പറയുന്നത് ഡയറ്റ് ആൻഡ് എക്സസൈസ് ആണ്. അതേമാതിരി ഈ പ്രോസസ്ഡ് ഫുഡ്സൊക്കെ കഴിക്കുമ്പോൾ നമ്മുടെ പെട്ടെന്ന് ഷുഗർ ഷൂട്ടപ്പ് ചെയ്യും.